വേണ്ടി മനുഷ്യൻ അലയുകയാണ്. താൻ ആശ്രയിച്ച ഇടങ്ങളൊന്നും മനുഷ്യനൊരു സമാധാനം കൊടുക്കുന്നില്ല. അവർ ചെന്നെത്തിയ മേഖലകൾ മനുഷ്യന് സമാധാനം കൊടുക്കുന്നില്ല. മനുഷ്യൻ നിരാശകനായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ ജീവിതത്തിൽ അല്പം സമാധാനം നേടുവാൻ, ജീവിതത്തിൽ അല്പം സന്തോഷം പ്രാപിക്കുവാൻ വേണ്ടി മദ്യത്തെ, മയക്കുമരുന്നിനെ, ലഹരി വസ്തുക്കളെ ആശ്രയിക്കുന്നവരുണ്ട്. അതവർക്ക് സമാധാനം നൽകുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ ലഹരി വസ്തു സമാധാനം കൊടുക്കാതെ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന നിലകളിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ കഴിയാതെ വീണ്ടും അവനെ പരാജയപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ നാളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നത് വിഷയമാണ്. പക്ഷെ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയമുള്ളവരെ, ദൈവമായിരിക്കുന്നവൻ ഈ ലോകത്തിലേക്ക് അവതരിച്ചതിന്റെ ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ സമാധാനമില്ലാതെ പാപത്തിൻ്റെതാകുന്ന വഴികളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് അവർക്ക് ബോധിച്ചതുപോലെ ഈ നാളുകളിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. സൃഷ്ടിയുടെ മണികുടമാകുന്ന മനുഷ്യൻ പാപത്തിൽ ആണ്ടുപോയപ്പോൾ മനുഷ്യരെ മാറ്റിയെടുത്ത ജീവിതത്തിൽ നന്മയുടെ വഴികളെ തെളിയിച്ചു കൊടുക്കുവാൻ ഒരു തത്വചിന്തകന്മാരുടെയും അഭിപ്രായങ്ങൾക്ക് കഴിഞ്ഞില്ല, ഒരു ചരിത്ര പുരുഷന്മാരുടെയും വാക്കുകൾക്ക് കഴിഞ്ഞില്ല, ഈരുറ്റ പ്രഭാഷണങ്ങൾക്ക് കഴിയാതെ വന്നപ്പോൾ അവയൊക്കെ ഈ നാളുകളിൽ പരാജയപ്പെട്ട സത്യങ്ങൾ ഈ നാളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ സൃഷ്ടിയുടെ മണികുടമാകുന്ന മനുഷ്യനെ പാപത്തിലേക്ക് ആണ്ടുപോയപ്പോൾ മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടി യേശുനാഥൻ മഹത്വം വെടിഞ്ഞ് മാനവതാരം സ്വീകരിച്ച് മറിയപ്പെണ്ണിന്റെ ഉദരം കടമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്ന് മാനവരാക്ഷിക്ക് വേണ്ടി തന്റെ അവസാനത്തുള്ള രക്തത്തെയും ഊറ്റിത്തന്ന് തന്റെ പാപത്തിന് നീക്കം വരുത്തിയിട്ട് ക്രിസ്തു ഇങ്ങനെ പറയുവാനിടയായി, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഈ നാളുകളിൽ അലയുന്നു.